എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുമ്പം എൻ്റെ വായിൽ ചിരി. ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഒന്നിലധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇഫ് യു ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ്, ദാറ്റ്സ് നോട്ട് ഗോഡ്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഡൺ ബൈ ഗോഡ്. നിങ്ങൾക്കൊരു കാര്യത്തെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങ് വിശദീകരിക്കാൻ കഴിയുമെങ്കിൽ അത് ദൈവം പ്രവർത്തിച്ചതല്ല. 126 സങ്കീർത്തനം 1 വാക്യം. ഞാനിപ്പോൾ ലൈഫ് ഫെലോഷിപ്പിൽ ആമുഖം എന്ന് പറഞ്ഞു. 126 സങ്കീർത്തനം 1 വാക്യം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അതിൻ്റെ അർത്ഥം, ദൈവം പ്രവർത്തിക്കുമ്പം നമ്മളിങ്ങനെ സ്വപ്നം കാണുന്നവരെ പോലെ ഇരിക്കും. എത്ര പേർക്കത് മനസ്സിലായി? നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമുക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മൾ സാധാരണ ഈ പറയുന്ന ചില വാക്കുണ്ട്. ഞാൻ ഉള്ളതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും നുള്ളി നോക്കി. നമ്മളെപ്പോഴെങ്കിലും ഇങ്ങനെ നുള്ളി നോക്കിയിട്ടുണ്ടോ? നമുക്കതിന് നുള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം എൻ്റെ ക്യാൻസർ മാറിയപ്പം ഞാൻ സ്വപ്നം കാണുന്നവരപ്പം ക്യാൻസർ സർജറി കഴിഞ്ഞു, കീമോ എത്ര സൈക്കിൾ കഴിഞ്ഞു, അവസാനം റേഡിയേഷനും കഴിഞ്ഞു, അവസാനം 1 വർഷം ഇപ്പം നട്ട റിവ്യൂവും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കുഴപ്പമില്ല. അപ്പം നമ്മളെന്താ പറഞ്ഞത്? സ്വപ്നം കാണുന്നവരെ പോലെയാണോ? അല്ല. അത് ദൈവത്തെ അറിയാത്തവർക്കും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കാണുന്നവനെ പോലെ ആയിരുന്നു എന്ന് പറയത്തക്ക വണ്ണമുള്ള ചില കാര്യങ്ങൾ ദൈവം ചെയ്യണം. രാവിലത്തെ ഇംഗ്ലീഷ് സർവീസിൽ ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചൊരു വിഷയമാണ് ലോർഡ് വി നീഡ് എ ബ്രേക്ക് ത്രൂ. പക്ഷേ ആ ബ്രേക്ക് ത്രൂ നമ്മൾ പലപ്പോഴും കർത്താവേ ഞങ്ങളുടെ സഭയിലൊരു ഉണർവ് വായിക്കണമേ, ദേശത്തൊരു ഉണർവ് വായിക്കണമേ. ഞാൻ പറയട്ടെ, സഭയിൽ ഉണർവ് പിന്നെ മതി, ദേശത്ത് അത് കഴിഞ്ഞിട്ടും മതി. പക്ഷെ ആദ്യം ഉണർവ് വേണ്ടത് ഇവിടെയാണ്. പക്ഷേ ഉണർവെന്നുള്ള വാക്ക് ഞാൻ ഒഴിവാക്കിയിട്ട് ബ്രേക്ക് ത്രൂ എന്നൊരു വാക്ക് ഉപയോഗിക്കുക. ഇവിടെ ഒരു മാറ്റം, ഇവിടെ ഒരു വ്യത്യാസം അതുണ്ടാവണം പ്രിയപ്പെട്ടവർ. എത്ര പേര് അതിനുവേണ്ടി പ്രാർത്ഥിക്കും? ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രാർത്ഥന, നാഥ ഞങ്ങളിലൊരു മാറ്റം വരുത്തണമേ, ഞങ്ങളിലൊരു വ്യത്യാസം വരുത്തണമേ, ഞങ്ങളിൽ കർത്താവേ ഒരു രൂപാന്തരം അവിടെ നയിക്കണമേ കർത്താവേ എന്ന് എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ദൈവവചനം, ഈ ദിവസങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ഓരോ വചനവും അതെല്ലാം അതിന് മുഖാന്തരമാകട്ടെ. കഴിഞ്ഞ 3 ദിവസം ദൈവകൃപയാൽ കുഞ്ഞുങ്ങളുടെ ഒരു ക്യാമ്പ് നടന്നു. അത് വളരെ അനുഗ്രഹമായിരുന്നു. ആ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, അവർ ഭയങ്കര എക്സൈറ്റഡാണ്, അത് വേറെ കാര്യം. പക്ഷേ പ്രശ്നം ഇറ്റ്സ് നോട്ട് ദി എക്സൈറ്റ്മെൻറ്റ് പാർട്ട്. ഞാൻ രാവിലത്തെ ഇംഗ്ലീഷ് സർവീസിൽ കുട്ടികളോട് ക്യാമ്പിനെ പറ്റി ഒന്നും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. കാര്യം, ഈ കല്യാണം നടത്തുമ്പോൾ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയും, എ വെഡിങ് ഡസൻറ്റ് മേക്ക് എ മാരേജ്, എ ലൈഫ് ടൈം മേക്സ് എ മാരേജ് എന്ന് പറയും. വിവാഹ ദിവസമല്ല, ഒരു വിവാഹ ജീവിതമാണ് കാര്യം. അതുപോലെ ക്യാമ്പിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സെഷൻസ് ആയിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. അവരെന്ത് പ്യൂരിറ്റി പ്ലച്ച് കാർഡൊക്കെ എല്ലാവരും ഒപ്പിട്ട് ഒക്കെ വെച്ചു. അതൊക്കെ കൊള്ളാം. പക്ഷേ ഞാൻ പിള്ളേരടുത്ത് പറഞ്ഞു പുറത്തിറങ്ങിയിട്ട്, നിങ്ങളുടെ ഇന്ന് 3 ദിവസത്തെ എക്സ്പീരിയൻസ് ഒന്നും അല്ല ഇവിടെ കാര്യം. ഞങ്ങൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക, സഭ ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പേരൻസും വാച്ച് ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ച സ്കൂളിൽ പോകുമ്പം അവരും നിങ്ങളെ കാണും. അപ്പം മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലൊരു വ്യത്യാസം കാണും. ആ വ്യത്യാസം കണ്ട കല്യാണം നടത്തുമ്പോൾ ഞാൻ പറയും, അന്ന് ഞങ്ങൾ പറയും, നിങ്ങളുടെ വെഡിങ് വൗസ് ഉണ്ടല്ലോ, നിങ്ങൾ അന്യോന്യം കൈ കൊടുത്ത് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ നിന്നെ പോറ്റി പുലർത്തി സ്നേഹിച്ച് എന്തൊക്കെയാണ് പറയുന്നതല്ലേ. അപ്പോൾ ഇത് അവിടെ വെച്ച് പറഞ്ഞത് വെറും വാക്കുകളല്ലായിരുന്നു എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അല്ലേ. അന്ന് ഞങ്ങൾ പറയും, അന്ന് നിങ്ങളെ കല്യാണ സമയത്ത് നിങ്ങൾ അന്യോന്യം കൈപിടിച്ച് ഉഭയസമ്മതം ചെയ്യുന്ന ഞങ്ങളും കണ്ട് സാക്ഷികളാണ്. പക്ഷേ അന്ന് നിങ്ങൾ പറഞ്ഞത് ദോസ് വെർ നോട്ട് മിയർ വേർഡ്സ് എന്നുള്ളത് തെളിയിക്കണം. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുമ്പം അത് നമ്മുടെ ജീവിതം കൊണ്ടും കാലം കൊണ്ടും അത് തെളിയും. ആ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടെ വായിച്ചേ. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. അതാണ് നോക്കിയേ, ഒരു റിസ്റ്ററേഷൻ ഉണ്ടാവുമ്പം
അല്ലേ? ഈ റിസ്റ്ററേഷൻ, ഒരു മടങ്ങി വരവ് ഉണ്ടാകുമ്പം, ഒരു ദൈവിക സന്ദർശനം ഉണ്ടാകുമ്പം, നമ്മൾ സ്വപ്നം കണ്ടവരെ പോലെ ഇങ്ങനെ ഇരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുമ്പം, അന്ന് നമ്മുടെ വായിൽ എന്തു വരും? ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയേ, മോന്ത എങ്ങനെ ഇരിക്കുന്നതെന്ന്. തിരുവനന്തപുരം ഭാഷ പറയും, മോന്തായം കണ്ടു കൊടുത്താൽ മതി, അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് നിന്നൊക്കെ ചിരി പോയിട്ട് എത്ര നാളായി, അല്ലെ? ഒന്ന് ചിരിക്കാൻ പോലും പറ്റും. ഞാൻ ചോദിച്ചോട്ടെ, ഒന്ന് ഹൃദയം തുറന്ന് ചിരിച്ചിട്ട് എത്ര നാളായി? ഇപ്പം സത്യം പറഞ്ഞാൽ വല്ല ഹൃദയം തുറന്ന് ചിരിക്കണമെങ്കിൽ വല്ല കോമഡി ഷോ കാണണം, അല്ലെങ്കിൽ വല്ല ട്രോള് വല്ലതും വായിക്കണം, അല്ലേ? ഇതല്ലാതെ ഇപ്പം നമുക്കൊരു ചിരി പോലും ഇല്ല. പക്ഷേ കോമഡി ഷോ കണ്ടിട്ടല്ല നമ്മുടെ വായിൽ ചിരി വരേണ്ടത്. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുമ്പം എൻ്റെ വായിൽ ചിരി. അടുത്തത് എൻ്റെ നാവിന്മേൽ ആർപ്പ്, അല്ലേ? എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ ഉയർത്തും, ഞാൻ അവൻ്റെ നാമത്തെ പുകഴ്ത്തും, അല്ലേ? അതൊരു ആർപ്പിൻ്റെ ശബ്ദം. ആർപ്പെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത് ചുമ്മാ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശബ്ദമല്ല. അതുപോലുള്ളൊരു വായിൽ ചിരിയും നാവിൽ ആർപ്പും നിറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അടുത്തത്, യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഹോവ ആരിൽ ചെയ്തു? അവരിൽ, അല്ലേ? അപ്പം നമ്മളിൽ ഒരു വൻ കാര്യം ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു നടക്കരുത്. ആര് പറയണം? ജാതികൾ പറയണം. യേശുവിനെ അറിയാത്തവർ പറയണം, ദേ അവനെ കണ്ടോ. ഇന്നിപ്പോൾ ഞാനൊരു അതിശയിക്കുന്നൊരു സാക്ഷ്യം കേട്ടു. നമ്മുടെ അജിത് ചാക്കോ ബ്രദറാണ് പറഞ്ഞത്. അജിത് ചാക്കോ ഇപ്പം ലൈഫ് ഫെലോഷിപ്പിൽ പ്രസംഗിച്ചു. അപ്പം അജിത്ത് ഒരു സാക്ഷ്യം പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത്. ഞാൻ കേട്ടിട്ടില്ല ആ സാക്ഷ്യം, ഒരിക്കലും ആശാ ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരിക്കൽ ഈ പറഞ്ഞ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു പ്രീ ഡിഗ്രിക്ക് പഠിച്ച ഒരു പയ്യനുണ്ടായിരുന്നു. പിന്നെ അവനെ കണ്ടിട്ടില്ല. ഡിഗ്രി കഴിഞ്ഞൊരിക്കൽ ഒരു ബൈക്കിൽ പോയപ്പം ഈ പയ്യൻ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അവൻ്റെ ബൈക്ക് കൊണ്ട് നിർത്തിയിട്ട് അവനൊരു വിഷമിച്ച് നിൽക്കുന്നല്ലോ തോന്നി. എന്തു പറ്റി? അവൻ പറഞ്ഞു, എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ടൊരു പെൺകുട്ടി, അവൾക്ക് ഈ പിശാചിൻ്റെ ഉപദ്രവം. അപ്പം ഞങ്ങളുടെ അറിയാലോ, ഈ വീടിൻ്റെ അപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്. അപ്പം അവിടെ വന്നാൽ ഇത് ഒഴിയുമെന്ന് പറഞ്ഞ് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരാഴ്ചയായിട്ട് എല്ലാം ചെയ്തിട്ടും രക്ഷയില്ല, ഭൂതം ഒഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിൻ്റെ ഒരു ഭയങ്കര ടെൻഷനിലാണ് ഞങ്ങളെല്ലാവരും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇദ്ദേഹം ഒന്ന് വിശ്വാസിയാണ്, സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടൊരു നല്ല ബന്ധുക്കോസ്തുകാരനാണ്. പക്ഷേ ഒന്നും പറയാൻ പുള്ളിക്ക് ഉള്ള ധൈര്യം വന്നില്ല. എന്ത് ചെയ്തു? ബൈക്ക് വിട്ട് അങ്ങ് പോയി. കുറച്ച് മുന്നോട്ട് പോയപ്പം തൻ്റെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ, അവർ നല്ല വിശ്വാസിയാണ്. അവർ ബന്ധുക്കോസ്തുവായി പോകുന്നതിന് വെള്ളം ഇട്ടൊരു സഹോദരിയാണ്. അവരവിടെ നിൽക്കുന്നു. എന്ത് തോന്നിയെന്നറിയില്ല, പെട്ടെന്ന് പുള്ളി ബൈക്ക് നിർത്തി വെച്ച് പറഞ്ഞു, ആൻറ്റിക്ക് അവർ വീട് അറിയാമോ? അറിയാം, അവർ ഹിന്ദുക്കളല്ലാതെ. അവിടെ ഒരു ചെറിയ പ്രശ്നം, ഒരു ഭൂതം ബാധിച്ച ഒരു പെണ്ണിനെ അവിടെ കൊണ്ടുവന്നിട്ട് ഒരാഴ്ചയായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ആൻറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അതിനെന്ത് പറഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ പോവാം. അവരപ്പം തന്നെ പോയി. അവരൊറ്റയ്ക്ക് പോയില്ല, മിടുക്കിയ. അവർ വേറെ പാസ്റ്ററെ വിളിച്ചുകൊണ്ട് പോയി. ആ പാസ്റ്റർ തിരുവനന്തപുരത്ത് തന്നെ ഉള്ളൊരു പാസ്റ്ററാണ്. ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടാണ് ഈ സിസ്റ്റർ പോയത്. എന്തു പറ്റി? ആ ഭൂതം ഇറങ്ങി. ആ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെട്ടു. ഈ പറഞ്ഞ പോലെ അന്ന് ഈ നമ്മുടെ സഹോദരൻ്റെ കൂടെ പഠിച്ച വെളിയിലിറങ്ങി നിന്നില്ലേ, അവൻ ഇന്നൊരു പാസ്റ്ററാണ്. ഈ ഭൂതം ബാധിച്ച പെൺകുട്ടി കല്യാണം കഴിച്ചത് ഒരു പാസ്റ്ററെ. ഇന്ന് അവർ കർത്താവിൻ്റെ സാക്ഷികളായിട്ടുണ്ട്. ആലോചിച്ച് നോക്കിയേ. ഇതിങ്ങനെയൊക്കെ അഞ്ച് പറയാറ്, എനിക്കൊരു സുവിശേഷം പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. പക്ഷേ എന്തുകൊണ്ട് ദൈവം ആ കുടുംബത്തെ കരുതിയത് കാരണം പെട്ടെന്നൊരു ആൻറ്റി എൻ്റെ മുന്നിൽ കാണിച്ചു. എനിക്ക് പെട്ടെന്ന് അറിയാം ഇത് പ്രാർത്ഥിക്കുന്ന ആൻറ്റിയാണ്. ഞാൻ ആൻറ്റിയോട് ഈ കാര്യം പറഞ്ഞു. ആൻറ്റി അപ്പം തന്നെ എന്ത് ചെയ്തു? അവിടെ ചെന്നു ആ വീടിനെ ദൈവം വിടുവിച്ചു. ഇന്നവരെല്ലാം കർത്താവിൻ്റെ സാക്ഷികളായി. ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കണം പ്രിയപ്പെട്ടവരെ, അല്ലേ? ഒരു അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് ആ കുടുംബം ഇന്ന് കർത്താവിനെ സേവിക്കുകയല്ല, അല്ലേ, കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു എന്നുള്ള സാക്ഷ്യം കേട്ടു. ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നാളെ നമ്മൾ അധികം കേൾക്കും പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ അധികം കേൾക്കും. ആ സാക്ഷ്യങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ പറയും, എന്താണ്? ഞങ്ങൾക്ക് ആശ്ചര്യമായിട്ട് തോന്നുന്നു. അതൊന്ന്. രണ്ടാമത്തത്, യഹോവ അവരിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ആര് പറയും? ഇന്നത്തെ പ്രശ്നം, നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ ഉടനെ നമ്മളങ്ങ് വിശദീകരിക്കുക. ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു ഉണർവുണ്ടായിരിക്കട്ടെ, പിന്നെ അടുത്ത ദിവസം തൊട്ട് എൻ്റെ ജോലി എന്തായിരിക്കും? ഇവിടെ നടക്കുന്ന ഉണർവ് ശരിയാണെന്ന് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നടക്കണം. ആലോചിച്ച് നോക്കി. ഇതാണ് ഇന്നത്തെ പ്രശ്നം. ഇന്ന് എന്തെങ്കിലും ഒരു ദൈവപ്രവൃത്തി നടന്നാൽ അതിനെ നമ്മുടെ ട്രോള് ഭാഷയിൽ പറഞ്ഞാൽ നമ്മളതിനെ വെളുപ്പിച്ച് അലക്കി
അല്ലേ? വെള്ള പൂശി നിർത്തണം. എന്തിനാ നമ്മൾ വെളുപ്പിക്കേണ്ട ആവശ്യം എന്താ? അല്ലേ? ദൈവം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വെളുപ്പിക്കേണ്ടെന്ന്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇഫ് യു ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് ദെൻ ഗോഡ് ഡിൻ ഡു ഇറ്റ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഇഫ് യു ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് ഗോഡ് ഡിൻ ഡു ഇറ്റ്. അതിൻ്റെ അർത്ഥം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തവണ്ണമുള്ള ദൈവപ്രവൃത്തികൾ വരുന്ന ആളുകളിൽ ദൈവം ചെയ്യും. അന്ന് ഓരോരുത്തർ ഇങ്ങനെ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ദൈവം ചെയ്തു. ദൈവം ചെയ്തു എന്ന് പറയുമ്പോൾ മഹത്വം ആർക്ക് പോവും? ദൈവത്തിനെ പോകത്തുള്ളൂ. ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയാം? ദൈവം ചെയ്തെന്ന് വല്ല ഉറപ്പില്ല, എങ്ങനെയോ ഒത്തു കിട്ടി. അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്കൊരു വിലയില്ല, ഞാൻ പ്രാർത്ഥിച്ചാലും കണ്ട അല്ലേ? ഇതാണ് പ്രശ്നം. ഇന്ന് നമ്മളെല്ലാം കൂടെ ഈ കോളർ പിടിക്കുന്നതിൻ്റെ കാര്യം ഇതാ, അത് ദൈവം ചെയ്തോന്നും അല്ല എന്ന്. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം. സങ്കീർത്തനം അടുത്ത വാക്യം കൊണ്ട് വായിച്ചേ. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ ചിരിയും ഈ വാർപ്പും ഒക്കെ എന്തുകൊണ്ടാ? യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. വാ, കണ്ടോ, നമ്മുടെ സന്തോഷത്തിന് കാരണമുണ്ടെന്നേ. അല്ല ചുമ്മാ വന്നു കയറി അങ്ങ് പാട്ടുപാടി സന്തോഷിക്കുകയൊന്നുമല്ല. യഹോവ വൻ കാര്യം ചെയ്തു. ആ വൻ കാര്യം ആദ്യത്തെ വാക്യത്തിൽ കണ്ടു, പ്രവാസികളെ മടക്കി വരുത്തി. എന്നാൽ വാസ്തവമായിട്ടും നമ്മളിലൊരു മടങ്ങി വരവ്, നമ്മളിൽ വാസ്തവമായിട്ട് ചില മടങ്ങി വരവ്, ചില റിസ്റ്റോറേഷൻ ദൈവം നടത്തിയേ പറ്റൂ പ്രിയപ്പെട്ടവരെ. ചില റിസ്റ്റോറേഷൻ ദൈവം നടത്തിയേ പറ്റൂ. അങ്ങനെയുള്ള റിസ്റ്റോറേഷൻസ് നടക്കുമ്പോൾ അതാണ് വൻ കാര്യം. ആ വൻ കാര്യം ഓർത്തിട്ട് അതനുഭവിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ സന്തോഷിക്കും. നമ്മുടെ വായിൽ ചിരി ഉണ്ടാവും, നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടാവും? ആർപ്പുണ്ടാവും. എന്നിട്ട് നമ്മളെക്കുറിച്ച് ആരാ പറയുന്നത്? ജാതികൾ പറയുന്നു, അയ്യോ യഹോവ അവരിൽ വൻ കാര്യം. മണ്ണന്തല ഉള്ളവരെല്ലാം കൂടെ പറയും, ദേണ്ടേ അവിടെ കൊണ്ട് ആ കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു സഭയുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, ഈ ആൾക്കാർ കാറൊക്കെ കിടക്കുന്നുണ്ട്, പക്ഷെ അവിടെ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്തു, അവരുടെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്തു എന്ന് ചുറ്റുമുള്ളവർ പറയണം പ്രിയപ്പെട്ടവരെ. അല്ലാതെ ഇവിടെ നിന്നോട് നമ്മൾ വൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ചുറ്റുമുള്ളവർ പറയണം ദൈവം വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യത്തിലേക്ക് വരാം. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. ഗൾഫിൽ പോയവരെല്ലാം തിരിച്ചു വരണമെന്നല്ല ഈ പറഞ്ഞത്. ഈ മലയാളികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേക ഐറ്റമാണ് പ്രവാസി മലയാളികൾ, അല്ലേ? വേറെ ആരും പ്രവാസി തമിഴരെന്ന് ആരും പറയുമെന്ന് തോന്നുന്നില്ല. പ്രവാസി ബംഗാളികളുണ്ട്, ഇപ്പോൾ ഒത്തിരി അങ്ങ് പോയിട്ടുണ്ട്, അവരെല്ലാം ഇപ്പം കേരളത്തിൽ പ്രവാസത്തിലാണ്. അപ്പം ഈ പ്രവാസികളെ മടക്കി വരുത്തണമേ, അല്ലേ? പ്രവാസികളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില മടക്കങ്ങൾ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ, അല്ലേ? നിങ്ങൾ പലരും പറയുന്നുണ്ട്, ചിലരെങ്കിലും, എല്ലാവരും അല്ല, പലരും എന്ന് പറയുന്നില്ല, ചിലർ, എനിക്ക് പണ്ട് ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു, കുറച്ചുകൂടെയൊക്കെ ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിരുന്നു, കുറച്ചുകൂടെയൊക്കെ എനിക്ക് ദൈവവചനത്തോടൊരു അടുപ്പം ഉണ്ടായിരുന്നു, കുറച്ചുകൂടെയൊക്കെ എനിക്ക് അന്ന് വിശ്വാസം. എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, ചില പെൺകുട്ടികൾ പറയും, ഞങ്ങൾ കോളേജിലായിരിക്കും രക്ഷിക്കപ്പെട്ടു, പക്ഷെ അന്ന് ഹോസ്റ്റലിൽ ഞങ്ങളെല്ലാം അവിടെ കൂടിയിരുന്ന് രാത്രി പ്രാർത്ഥിക്കും, അല്ലെ പുറത്ത് അങ്ങ് പുറകിലൊരു പറമ്പുണ്ട്, അവിടെ പോയിരുന്നു ഞങ്ങളെല്ലാം കൂടെ ഞങ്ങൾ കൈ പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അന്നൊക്കെ ഞങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും കർത്താവ് അത് ചെയ്തു തരും, എന്ത് വിഷയം ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കാനുള്ള വിശ്വാസമുണ്ട്. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചപ്പോൾ 2 പിള്ളേരുമായി, ഇപ്പം പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല, അതുകൊണ്ട് വൻകാര്യങ്ങളൊന്നും നടക്കുന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, പഠിക്കുന്ന കാലത്ത് രക്ഷിക്കപ്പെട്ടപ്പം ഭയങ്കര വിശ്വാസവും ഭയങ്കര പ്രാർത്ഥനയും എവിടെ പോയി? എന്താണ് പ്രാർത്ഥന? മടക്കി വരുത്തണമേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ലോർഡ് ബ്രിങ് us ബാക്ക്, മടക്കി വരുത്തണമേ. അടുത്ത വാക്യം, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ഇവിടെ ഇങ്ങനെ എത്ര പേര് നമ്മൾ വിതച്ചിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ നമ്മൾ ഓരോ കണ്ണീരും ഒരു വിതയാണ്, അല്ലേ? കണ്ണുനീരോടെ ഒരു വിത നമ്മൾ വിതയ്ക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതെന്ത് ചെയ്യും? ആർപ്പോടെ കൊയ്യും. നമ്മുടെ പകൽ വീട്ടിൽ നമ്മുടെ കൃഷി ഓഫീസർ കുറേ കൃഷി നടത്തി. അപ്പോൾ ഒരു ദിവസം വിതയ്ക്കാൻ വന്നപ്പോൾ എന്നെയും വിളിച്ചു. അത് നല്ല ചൂടത്താണ് പോയി. ഞാൻ വിചാരിച്ചു, ദൈവമേ ഈ ചൂടത്ത് അവിടേക്കുന്ന ജാതി മരങ്ങൾ വരെ ഉണങ്ങിയിരിക്കുന്ന സമയം, അപ്പോഴാണ് ഇവർ വിതയ്ക്കാൻ പോകുന്നത്. എന്തുവേലും കൊള്ളാം, അവർ കണ്ണീരൊന്നും വിതച്ചില്ല, പക്ഷേ അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു എല്ലാ ദിവസവും. മിനിഞ്ഞാന്ന് പകൽ വീട്ടിൽ ചെന്നപ്പം ഞാൻ തന്നെ ഇത് ഞങ്ങളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറയുന്ന പോലെ അതെല്ലാം വലുതായി. ആ വയറും പടവലും പാവലും ഏതാണ്ടൊക്കെ ഇനിയിപ്പോൾ അവിടെ നിന്നൊരു മധുരക്കിഴങ്ങ് വയ്ക്കാൻ പോകുന്നു, അവിടെ ഭയങ്കര സംഭവമാണ്. ഇവരെല്ലാം ഈ പകൽ വീട് വിടാതെ പിടിച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ് കാര്യം. നല്ല വളമില്ല, വിഷമില്ലാത്ത പച്ചക്കറി, അല്ലേ?
അതിനായിട്ട് സ്തോത്രം. അപ്പം ഈ പറഞ്ഞ നമ്മൾ അധ്വാനിച്ച്, അതായത് നമ്മൾ വില കൊടുത്ത് നമ്മൾ കണ്ണീരോടുകൂടി ഒരു വിത വിതച്ചാൽ തീർച്ചയായിട്ടും അത് ആർപ്പോടുകൂടി നമുക്ക് കൊയ്യുവാൻ ദൈവം അവസരം തരും. ഒരുപക്ഷെ നിങ്ങളുടെ രക്ഷിക്കപ്പെട്ടില്ലാത്ത ചിലർക്ക് വേണ്ടി ഇല്ല, ചിലപ്പോൾ സ്വന്തം ഭർത്താവായിരിക്കാം. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കണ്ണീരോടുകൂടി നിങ്ങൾ വിതയ്ക്കുന്നുണ്ടെങ്കിൽ, മദ്യപാനം മാറാത്ത ഭർത്താക്കന്മാരുടെ കാര്യം പലപ്പോഴും പലരും പറയാറുണ്ട്. ഞാൻ പറയട്ടെ, ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ. അവരെ കൊണ്ട് ഡി അഡിക്ഷനിൽ കൊണ്ട് വിട്ടിട്ടൊന്നും കാര്യമില്ല. കണ്ണീരോടെ വിതയ്ക്കുക, കണ്ണീരോടെ വിതയ്ക്കുക, ആർപ്പോടെ കൊയ്യുന്ന ഒരു. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ മദ്രാസിലൊരിക്കൽ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാണ്. അവരെല്ലാം കൂടെ ഒരിക്കലൊരു കുടുംബമായിട്ടൊരു യാത്ര പോയി. മധുരയിൽ നിന്ന് കണ്ട് മദ്രാസിന് വരുന്ന വഴിക്ക് ഡ്രൈവർ ഒരു നിമിഷം ഉറങ്ങിപ്പോയി. ഒറ്റ ഇടി ഒരു മരത്തിൽ ചെന്ന്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ വേറെ ആർക്കും ഒന്നും പറ്റിയില്ല. ഈ എൻ്റെ സിസ്റ്റർ ഫ്രണ്ട് ഇരുന്നു, അവൾ അപ്പോഴേ മരിച്ചുപോയി. പക്ഷേ പോസ്റ്റ്മോർട്ടം പറയുന്നത് ഹാർട്ട് അറ്റാക്കിലാണ് മരിച്ചത്, ആ ഷോക്കിൽ മരിച്ചുപോയി. ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. മക്കളൊന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്നേ ഉള്ളൂ. അവളുടെ അടക്കത്തിന് ഞാൻ ചെന്നൈ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെ നടക്കാം. അവൾ വിശ്വാസിയാണ്, അവൾ CSI ആയിരുന്നു, വിശ്വാസത്തിലേക്ക് വന്നു. അവിടെ പാസ്റ്റർ D. മോഹനുണ്ട്, എല്ലാവരും ഉണ്ട് അടക്കത്തിന്. അപ്പോൾ അന്ന് ഞങ്ങളെല്ലാം അവസാനം ഭർത്താവിനോട് ഒരു വാക്ക് സാക്ഷ്യം പറയാൻ പറഞ്ഞു. അപ്പം ഭർത്താവ് അദ്ദേഹം വന്നിട്ട് കണ്ണീരോടൊരു സാക്ഷ്യം പറഞ്ഞു. ഞാനൊരു CSI കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവനായിരുന്നു. ഞങ്ങൾക്ക് ഈ ചെറിയ ഈ മദ്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. അതായത് വലിയ ബാറിൽ സോഡ സപ്ലൈ ചെയ്യുന്ന വലിയൊരു ബിസിനസ്സാണ് ഇവരുടെ. അതായത് മദ്രാസിലെ ബാറുകളിലെല്ലാം സോഡ ഹോൾസെയിലായിട്ട് എത്തിക്കുന്ന ഒരു വലിയ ബിസിനസ്സാണ് ഇവരുടെ കുടുംബമായിട്ട്. പക്ഷേ ഞങ്ങൾ CSIക്കാരാണ്. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് ഞാൻ ഇവളെ കല്യാണം കഴിച്ച് എൻ്റെ കുടുംബത്തിൽ ഇവൾ വന്നു. പക്ഷെ ഇവൾ വന്നപ്പോൾ എനിക്കൊരു വലിയ രക്ഷിക്കപ്പെട്ടവളായിരുന്നു. അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തമിഴിലാണ് പറഞ്ഞത്, ഞാനൊരു മൃഗമായിരുന്നു, ഞാൻ വെറും ഒരു മൃഗമായ എന്നെ എൻ്റെ ഭാര്യ എന്നെ ഒരു മനുഷ്യനാക്കി തീർത്തു. ആ മനുഷ്യൻ പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, വെറും ഒരു മൃഗമായിരുന്നു ഞാൻ, ആ മൃഗത്തെ എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന കൊണ്ട് അവൾ എന്നെ ഒരു മനുഷ്യനാക്കി തീർത്തു. അന്ന് ആ അടക്കത്തിൽ സംബന്ധിച്ച് എല്ലാവരും കരഞ്ഞു. ഞങ്ങൾക്ക് ആർക്കും കരച്ചിലടക്കാൻ വയ്യ. ആ മനുഷ്യൻ എന്നിട്ട് പൊട്ടി കരയുന്നു. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എൻ്റെ ഭാര്യയെ പറ്റി അവൾ എന്നെ ഒരു മനുഷ്യനാക്കി തീർത്തു. ദൈവം വിശ്വസ്തനാണ്. അവൾ മരിച്ചു, അവളെ അടക്കി. 2 കുഞ്ഞുങ്ങളും നല്ല പഠിച്ച് നല്ല ജോലിയും നല്ല വിവാഹബന്ധം, അവർക്കും കുഞ്ഞുങ്ങളും ഒക്കെ കൊടുത്ത് ഇന്ന് അദ്ദേഹം ഇന്നും ഈ പറഞ്ഞ പോലെ വിഡോറായിട്ട് മദ്രാസിലുണ്ട്. ഒരു മോളുടെ കൂടെ ആണെന്ന് തോന്നുന്നു, അത് മോൻ്റെ കൂടെ ആണെന്ന്. സന്തോഷമായിട്ട് കർത്താവിൻ്റെ വേലയിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ആ സഹോദരനുണ്ട്. ഞാൻ പറഞ്ഞത് ഇന്ന് ഇതുപോലെ കണ്ണീരോടെ എന്നിട്ട് അയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. അവളൊരിക്കലും എന്നോട് സുവിശേഷം പറയുകയോ യേശുവിനെ പറ്റി പറയുകയോ ഒന്നും ചെയ്തില്ല. അവളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 2, ഈ മൃഗമായ എന്നെ അവൾ ഭർത്താവെന്ന പോലെ സ്നേഹിച്ച് ബഹുമാനം കൊടുത്ത് കീഴ്പ്പെട്ട് അവൾ എൻ്റെ വീട്ടിലിരുന്നു. ഇന്ന് ഞാൻ ഈ മനുഷ്യനായി രൂപാന്തരപ്പെട്ടതിന് കാരണം എൻ്റെ ഭാര്യയുടെ കണ്ണീരും അവളുടെ നല്ല നടപ്പുമാണ്. ഇനി വേദോസിലെ വാക്യം എന്താ? നിങ്ങളുടെ നല്ല നടപ്പിനാൽ അവരും തിരിഞ്ഞു വരാനിടയാവും. ഇതൊക്കെ നമ്മൾ വേദോസത്തിൽ വായിച്ചാൽ പോരാ, ഇതൊക്കെ പ്രാവർത്തികമാക്കിയ കുടുംബങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ട്, പ്രിയപ്പെട്ടവരെ, ഉണ്ട്. അങ്ങനെയാണ് ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം. കർത്താവേ, ആർപ്പോടെ കൊയ്യുന്ന നാളുകളുണ്ട്. എല്ലാവർക്കും ആർപ്പോടെ കൊയ്യാനാണ്, കൊയ്ത്തുത്സവമാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ കൊയ്ത്തുത്സവത്തിന് കുറേ നാൾ മുമ്പ് ഒരു കണ്ണീരോടൊരു വിതയുണ്ട്. ഈ ദിവസങ്ങളിൽ സഭയായിട്ട് നിങ്ങൾ കണ്ണീരോടെ വിതയ്ക്കുമോ? കുടുംബങ്ങളിൽ നിങ്ങൾ കണ്ണീരോടെ വിതയ്ക്കുമോ? ആർപ്പോടെയുള്ള ചില കൊയ്ത്ത് ദൈവം തരും. ആ കൊയ്ത്തിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ല. ദിസ് ഈസ് ദ ലോർഡ്സ് ഡൂയിങ്, ഇറ്റ് ഈസ് മാർവലസ് ഇൻ അവർ ഐ. ഇത് യഹോവയാൽ സംഭവിച്ചു. എന്താണ്? ഞങ്ങളുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. 85-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടെയുണ്ട്. എന്താണ്? പണ്ടത്തെ പോലെ ഒരു വാക്യം, ഞങ്ങളെ മടക്കിക്കൊണ്ടുവരണമേ എന്നൊരു വാക്യം. അല്ല, എൻ്റെ അടുത്ത വാക്യം അതാ 6-ാം വാക്യം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും. അപ്പം അവിടെ ഒരു മടക്കി വരവ് കണ്ടു, ഇവിടെ ഒരു ജീവിപ്പിക്കലും കണ്ടു. എത്ര പേരൊന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ, നമ്മളെന്തോ ആദ്യം പ്രാർത്ഥിച്ചത്? അവരുടെ വായിൽ ചിരിയും ഹൃദയത്തിൽ
ആർപ്പും. എന്നിട്ട് ദൈവം വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, എല്ലാവരും ദൈവത്തെ വാഴ്ത്തുന്നു. പക്ഷേ ഇതൊക്കെ സംഭവിക്കണമല്ലോ, ആദ്യം എന്ത് ചെയ്യണം? ഒന്ന് ജീവിച്ച് കിട്ടണം. അടുത്തത് ചില റിസ്റ്റോറേഷൻസ് ഉണ്ടാവണം, ചില റെക്കൺസിലേഷൻസ് ഉണ്ടാവണം. എന്താണ്? ചില മടങ്ങിവരവുകളുണ്ടാവണം, ചില യഥാസ്ഥാനം പ്രാപിക്കലുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും? എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയ എൻ്റെ മകൻ, എൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയ എൻ്റെ മകൾ, എൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയ എൻ്റെ കൊച്ചുമക്കൾ, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ എൻ്റെ മക്കൾ, ഇതൊക്കെ ഇന്നും എല്ലാ വീടുകളിലും സാധാരണയാണ്. ഇന്നിപ്പോൾ ഒത്തിരി കേൾക്കുന്നു ഇങ്ങനെയുള്ള കഥകളൊക്കെ. ചില വീട്ടിൽ ചെന്നാൽ അവിടുത്തെ ബന്ധങ്ങളെപ്പറ്റി ചോദിക്കാൻ തന്നെ നമുക്ക് പേടിയാണ്. കാര്യം അതൊരു വളരെ സെൻസിറ്റീവ് ഇഷ്യൂവാണ്. ഒരു കാലത്ത് ഞാനും ആരെ കണ്ടാലും ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, വൈഫ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ ഒരു നാൾ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പതുക്കെ അതിപ്പോൾ നിർത്തി. കാര്യം എല്ലായിടത്തും കയറി ചോദിക്കാൻ പറ്റിയ ചോദ്യമല്ല. ദൈവം ഒരു മടക്കി വരുത്തൽ നടത്തിയേ പറ്റൂ. ദൈവം ചിലതൊന്ന് ജീവിപ്പിച്ചെടുത്തേ പറ്റൂ. കണ്ണടയ്ക്കാം എല്ലാവരും ഒരു നിമിഷം, ഒന്ന് കണ്ണടയ്ക്കാം. ഒരു യഥാസ്ഥാനം ഞങ്ങൾക്ക് തരണമേ, ഒരു മടങ്ങി വരവ് ഞങ്ങൾക്ക് തരണമേ. എത്ര പേര് പ്രാർത്ഥിക്കും? ഹൗ മെനി ഓഫ് യു പ്രേ ലോർഡ് റിവൈവ് us Lord, won't you revive us Lord? അതാണ് പ്രാർത്ഥന. won't you revive us? നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ? എത്ര നാൾ കർത്താവേ, ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെക്കുറിച്ച് അപവാദമല്ല പറയുന്നത്. പലപ്പോഴും ഇന്ന് ദൈവമക്കളെക്കുറിച്ച് ചുറ്റുമുള്ള ജാതികൾ പറയുന്ന അപവാദമല്ല, നമ്മുടെ കുടുംബത്തിലെ അവസ്ഥയാണ് അവർ പറയുന്നത്. സഭകളിലെ അവസ്ഥയാണെന്ന് ജാതികൾ പറഞ്ഞ് ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയേ, ജാതികൾ സത്യം പറഞ്ഞാൽ ദൈവനാമത്തെ അല്ല ദുഷിക്കുന്നത്, സഭയാണ് ദൈവനാമത്തെ ദുഷിക്കുന്നത്. കാരണം സഭയ്ക്കുള്ളിലുള്ള കാര്യങ്ങൾ അവരെഴുതിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അവരെ കുറ്റം പറയുന്നു. അവരെ എന്തിനാ കുറ്റം പറയേണ്ടേ? നമ്മളല്ലേ യഥാസ്ഥാനപ്പെടേണ്ടത്, നമ്മളല്ലേ മടങ്ങി വരേണ്ടത്, നമ്മളല്ലേ ജീവിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങളെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ 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 കർത്താവേ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ഞങ്ങളെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ, ഞങ്ങളെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒന്ന് മടക്കി കൊണ്ടുവരണമേ, ഞങ്ങളൊരു മാനസാന്തരം തരണമേ. ചിലരില്ലെങ്കിൽ ഒരു മാനസാന്തരം, ഒരു നേരെ തിരികെ 180 ഡിഗ്രി തിരിഞ്ഞ് ഒരു നടപ്പായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പം പോകുന്ന വഴിയിൽ ഒരു ചുവടും കൂടെ വെച്ചാൽ അത് പാതാളത്തിലേക്ക് പതിക്കുമെന്ന് കണ്ടാൽ ബോധമുള്ള ആരും അടുത്ത ചുവട് വയ്ക്കത്തില്ല, പെട്ടെന്ന് അവിടെ നിന്നിട്ട് തിരിയും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു തിരിവാണ്, ഒരുപക്ഷെ മാനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എത്ര പേര് പറയും, കർത്താവേ, അങ്ങനെ ഒരു മാനസാന്തരം, ഒരു മടങ്ങി വരവ് എൻ്റെ ജീവിതത്തിൽ തരണമേ. ചിലടത്ത് ഈ പറഞ്ഞ പോലെ ഒരു മടങ്ങി വരവ്, ഒരു റിക്കൺസിലിയേഷൻ, ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊന്ന് ക്രമീകരിക്കുവാൻ ദൈവം എന്നെ സഹായിക്കണമേ കർത്താവേ. ചില ബന്ധങ്ങളിൽ ഒരു ക്രമീകരണം, ചില ബന്ധങ്ങളിൽ, അത് ഒരുപക്ഷെ കുടുംബത്തിലുള്ള ബന്ധങ്ങളായിരിക്കാം, ഒരുപക്ഷെ കുടുംബത്തിൽ തന്നെയുള്ള ബന്ധങ്ങളിൽ ഒരു ക്രമീകരണം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചട്ടെ, ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്നെക്കുറിച്ച് ഞാൻ വിശ്വാസിയാണെന്ന് ഞാൻ പറയുന്നു, പക്ഷേ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ വിശ്വാസത്തിലും എൻ്റെ കുടുംബത്തിലെ സാക്ഷ്യങ്ങളും അതവർക്ക് ഒരിക്കലും ഒരു സാക്ഷ്യമായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. അത് കാരണം അവർ ദുഷിക്കുകയാണ്, അവർ ദൈവനാമത്തെ ദുഷിക്കുകയാണ് ഒരർത്ഥത്തിൽ. അതിന് കാരണം ദൈവമല്ല, ഞാൻ തന്നെയാണ് കാരണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്ന പിഴകൾ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ കുടുംബത്തിലുള്ള അപാകതകൾ നീക്കി കർത്താവേ, ഒരു ക്രമീകരണം വരുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എത്ര പേര് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കും? എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദിസ് ഇസ് എ ടൈം ഓഫ് പ്രെയർ. എല്ലാവരും ഇരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, വായ തുറന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുവാൻ, എൻ്റെ ജീവിതത്തിൽ ഒരു മടങ്ങി വരുവാൻ, എൻ്റെ ജീവിതത്തിൽ കർത്താവേ ഒരു ജീവൻ വരുവാൻ, ഒരു ഉയർപ്പ് വരുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. അതിനായിട്ട് എന്നെ കുടുംബമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. ഇന്നൊരു ബ്രേക്ക് ത്രൂ വാസ്തവമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വരും നാളുകളിൽ അത് നമ്മൾ കാണും. പക്ഷെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കാം. ഇനി എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെടുകയില്ല എന്ന് നിങ്ങൾ എഴുതിത്തള്ളിയതായിരിക്കും. ഇനി അദ്ദേഹത്തിൻ്റെ മദ്യപാനം മാറത്തില്ല എന്ന് നിങ്ങൾ എഴുതിത്തള്ളി കാണും. പക്ഷേ ദൈവം ചെയ്യുമ്പം നിങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ഇരിക്കും. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളിന്ന് കണ്ണീരിൻ്റെ താഴ്വരയിലൂടെ പോകുന്നുണ്ടായിരിക്കും, പക്ഷെ ആ കണ്ണീരിനെ മാറ്റി അത് ജലാശയമാക്കി മാറ്റി തരും. ഹല്ലേലൂയ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവിടെ കണ്ണീരോട്
കൂടെ വിതയ്ക്കുവാൻ പോകുമ്പം അത് ദൈവം തൻ്റെ മുൻമഴയെ അയച്ച് ആ നിലം ഓൾറെഡി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നും കൂടെ ഓർത്തോണം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് കണ്ണീരൊഴുക്കി ഒന്ന് നനച്ച് അവിടെ മുൻമഴയാൽ ഈ പറഞ്ഞ പോലെ അവിടെ നിലം ഒരുക്കി അതിനെ അനുഗ്രഹമാക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. ഒരുപക്ഷെ നിങ്ങൾ വിട്ടുകളഞ്ഞ കാര്യമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥന നിർത്തിപ്പോയ കാര്യമായിരിക്കാം. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, വിട്ടുകളയണ്ട, നിർത്തിക്കളയണ്ട, പ്രാർത്ഥന നിർത്തണ്ട. നീ അതിശയിക്കത്തക്കവണ്ണം ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? അന്ന് എനിക്കിത് ആശ്ചര്യമായിരിക്കും, ഇത് എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഐ കാൺട്ട് എക്സ്പ്ലെയിൻ ബിക്കോസ് ഗോഡ് ഡിഡ് ഇറ്റ്. ദൈവം ചെയ്തു, അതുകൊണ്ട് എനിക്കിത് എങ്ങനെ നടന്നെന്ന് പറയാൻ അറിയത്തില്ല. പക്ഷെ അവിടെ എൻ്റെ ഭാഗത്തൊരു ഉത്തരവാദിത്വമുണ്ട്, വേറൊന്നുമല്ല. കണ്ണീരോടുകൂടി ഞാൻ വിതച്ചുകൊണ്ടേയിരിക്കണം, കണ്ണീരോടുകൂടി ഹല്ലേലൂയ. കണ്ണുനീർ താഴ്വര അതുവഴിയായവർ യാനം ചെയ്യുമ്പോൾ ആയതു മാറും ജലാശയമായി, മുൻമഴ അനുഗ്രഹപൂർണമായി പ്രാപിക്കും ബലമവർ ബലത്തിനുമേൽ ചെന്നെത്തുമേ വരും സിയോനിൽ. സേനാനായകനായ സേനയുടെ അധിപനായ ആ ദേവനിൽ ആശ്രയം ആർക്കൊക്കെയുണ്ടോ അവരാണ് ഏറ്റവും ധന്യർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തിൽ എഴുന്നേറ്റ് നിന്ന് കണ്ണുനീർ താഴ്വര അതുവഴിയായവർ യാനം ചെയ്യുമ്പോൾ ആയതു മാറും ജലാശയമാ. കണ്ണുനീർ താഴ്വര അതുവഴിയായവർ യാനം ചെയ്യുമ്പോൾ ആയതു മാറും ജലാശയമാ. മുൻമഴ അനുഗ്രഹപൂർണമാകും, മുൻമഴ അനുഗ്രഹപൂർണമാകും പ്രാപിക്കും ബലമവർ ബലത്തിനുമേൽ, പ്രാപിക്കും ബലമവർ ബലത്തിനുമേൽ ചെന്നെത്തുമേ വരും സിയോനിൽ, ചെന്നെത്തുമേ വരും സിയോനിൽ. സേനയിന്നധിപൻ ദേവനിലതിയാൽ ആശ്രയം ഏവനുണ്ടോ, ആയവനേവരിലും അതിധന്യൻ. സേനയിന്നധിപൻ ദേവനിലതിയാൽ ആശ്രയം ഏവനുണ്ടോ, ആയവനേവനിലും അതിധന്യൻ. ബലം എന്നിലുള്ളോൻ ഭാഗ്യം നിറഞ്ഞോൻ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും. ബലം എന്നിലുള്ളോൻ ഭാഗ്യം നിറഞ്ഞോൻ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ലെന്നും. ഇவ்விதമുള്ളോ മനസ്സുകളിൽ ഇவ்விதമുള്ളോ മനസ്സുകളിൽ നിർണയമുണ്ടു നിരന്തരമാ, നിർണയമുണ്ടു നിരന്തരമാ. സിയോൻ നഗരിൻ പെരുവഴികൾ, സിയോൻ നഗരിൻ പെരുവഴികൾ. എല്ലാവരും സേനയിന്നധിപൻ ദേവനിലതിയാൽ ആശ്രയം ഏവനുണ്ടോ,
ധന്യൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ഞാൻ പാടിയതിന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും ഈ പാട്ട് പാടിയെങ്കിൽ മാനേജ്മെൻ്റ് ഉത്തരവാദിയല്ല. ഞാനിപ്പം പാടിയതാണ് ശരിക്കുള്ള ട്യൂണ്. അതാണ്, അങ്ങനെയാണ് അത് എഴുതിയ ആൾ അത് ട്യൂൺ ചെയ്തത്. അതെൻ്റെ അപ്പനായതുകൊണ്ട് എത്ര ധൈര്യമായിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ, പലരും ഈ പാട്ട് എനിക്ക് പലയിടത്തും പാടാൻ പറ്റത്തില്ല. ഒരിക്കൽ ഞാൻ അമേരിക്കയിൽ പോയപ്പം കഷ്ടാലത്തിന് ഈ പാട്ട് തുടങ്ങി. കുറേ കഴിഞ്ഞപ്പം പാട്ട് എ, പാട്ട് ബി, ഇതിൽ ഏത് പാട്ട് ഒരു റെയിൽവേ പാളം പോലും ഒന്നും ചേരുന്നില്ല. ഞാനൊരു വഴിക്ക് പാടുന്നു, ജനങ്ങളെല്ലാം വേറൊരു വഴിക്ക് പാടുന്നു. അപ്പം ചോദിച്ചപ്പോൾ പക്ഷേ ഞങ്ങളിങ്ങനെയാണ് പാടുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇനി ഞാനങ്ങ് മിണ്ടായിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ പലയിടത്തും വേറെ എങ്ങും പോയ പാട്ട് പാടാറില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ പാട്ട് പാടുന്ന. കാരണം അതാ പറഞ്ഞു, നിങ്ങൾ തെറ്റായിട്ട് ഇതിനെ പാടുന്നെങ്കിൽ മാനേജ്മെൻറ്റ് ഉത്തരവാദിയല്ല, ഈ സഭ ഉത്തരവാദിയല്ല. ഒറ്റ കാര്യം, ഈ സഭയിലെങ്കിലും വന്ന് തെറ്റിച്ച് പാടരുത്. വർഷിപ്പ് ടീമിനോടൊന്ന് പറഞ്ഞേക്കാം, ദയവായി പഴയ പാട്ടിലൊക്കെ ശരിയായ ട്യൂൺ എന്താണെന്ന് പഠിച്ചേ പാടാവും, തെറ്റിച്ച് പാടിക്കളയരുത്. കണ്ണടയ്ക്കാം. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ കർത്താവേ, നീ തന്ന ഒരു പ്രബോധനത്തിനായിട്ട് സ്തോത്രം. മറ്റൊന്നുമല്ല, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ഇരുന്നു പോവും. ആ തരത്തിൽ ദൈവം പ്രവർത്തിക്കും. പക്ഷെ ആ പ്രവൃത്തി പ്രവാസികളെ മടക്കി വരുത്തുക എന്നതിൻ്റെ അർത്ഥം ചില കർത്താവ് റെസ്റ്റോറേഷൻസ് അവിടെ നിന്ന് ചെയ്യും കർത്താവെ. അത് പുറത്തല്ല കർത്താവെ, അകത്താണ് ചെയ്യേണ്ടത്. ഞങ്ങളുടെ ഉള്ളിൽ ചിലത് മടക്കി വരുത്തണമേ. ഞങ്ങളുടെ ഉള്ളിൽ കർത്താവ് വീണ്ടും ഞങ്ങളെ ജീവിപ്പിക്കുകയില്ലയോ എന്ന് ഞങ്ങൾ വായിച്ചതുപോലെ ഞങ്ങളുടെ ഉള്ളിലും കർത്താവെ, ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കേണ്ടതിന് കർത്താവെ ആ ഒരു ജീവൻ ഞങ്ങൾക്ക് മടക്കി തരണമേ കർത്താവെ. ഒന്ന് മടക്കി വരുത്തേണ്ടതിനെ മടക്കി വരുത്തണമേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ ഉള്ളിൽ ആർപ്പും ഉണ്ടായിരിക്കും കർത്താവെ. ഞങ്ങളുടെ ഉള്ളിലൊരു മാറ്റം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികൾ ഇത് അവരുടെ ദൈവം അവിടെ വൻകാര്യം ചെയ്തു എന്ന് പറയും കർത്താവ്. ഞങ്ങൾ നടന്ന പബ്ലിസിറ്റി കൊടുക്കണ്ട, ജാതികൾ പബ്ലിസിറ്റി കൊടുക്കും. അവരുടെ ദൈവം വൻകാര്യങ്ങൾ ചെയ്യുന്നു. ഇന്ന് ദൈവസഭകളിലൊക്കെ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ നടന്നിട്ട് ജാതികൾ സാക്ഷ്യപ്പെടുത്തിട്ട് കർത്താവേ, അങ്ങനെ ഒരു ആഗ്രഹം കർത്താവെ ഞങ്ങളിത് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിതാ മടങ്ങി വരുന്ന അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളുടെ ദുർമാർഗങ്ങളെ ഞങ്ങൾ വിട്ടുതിരിഞ്ഞ് ഞങ്ങളുടെ മുഖം അങ്ങയിലേക്ക് നോക്കി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. ഇവരും നാളുകൾ കർത്താവ് വലിയ പ്രവൃത്തി ദൈവസഭകളിൽ അവിടെ നിന്ന് അയക്കണമേ. അതിനു മുമ്പായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ച, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഓരോരുത്തരുടെ മേലും ഓരോ കുടുംബങ്ങളിലും ദൈവപ്രവൃത്തി നടന്നു തുടങ്ങട്ടെ കർത്താവെ. അതിൻ്റെ സാക്ഷ്യങ്ങൾ വരുന്ന ആളുകൾ കേൾക്കട്ടെ കർത്താവെ. അങ്ങനെ അങ്ങ് ചെയ്തിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രോഗികളായിരിക്കുന്ന പലരെയും അവിടെ നിന്ന് വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. ഷിജോയുടെ കർത്താവെ ഒരു ആൻറ്റിയുടെ കാര്യം പറഞ്ഞു കർത്താവ്. ഒരു ആൻറ്റി വെന്റിലേറ്ററിലായിരിക്കുന്ന കർത്താവെ, 55 വയസ്സേ ഉള്ളൂ എന്ന് കേട്ടു. ആ മകളോട് കർത്താവെ മനസ്സലിഞ്ഞ് ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ അതിനെയും കേട്ടിരിക്കുക. സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.